നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഗ്രാമക്കാഴ്ചയിൽ നമ്മൾ കണ്ടറിയുന്നത് കരിന്തരുവി എന്ന പ്രദേശത്തിന്റെ മനോഹരമായ കാഴ്ചകളാണ്. അപ്പോൾ പോകാം അറിവുകളും കാഴ്ചകളും തേടി. ഇവിടെ 2 പാലങ്ങളുണ്ട്. ആധുനികതയുടെ കരുത്തുമായി നിലകൊള്ളുന്ന പുതിയ പാലവും കാലപ്പഴക്കത്താൽ തഴമ്പിച്ച പഴയ പാലവും. പുതിയ പാലം വികസനത്തിന്റെ അടയാളമാണ്. പ്രഭാതത്തിലെ മഞ്ഞിനെ കീറിമുറിച്ചു കടന്നുവരുന്ന വാഹനങ്ങൾ, ചുറ്റുപാടുമുള്ള തേയിലത്തോട്ടങ്ങൾ, ഈ കാഴ്ച ഏറെ സുന്ദരമാണ്. അങ്ങ് മലയുടെ മുകളിൽ ശാന്തമായി നിലകൊള്ളുന്ന ശുഭാനന്ദ തപോഗിരി ആശ്രമം. ആത്മീയതയുടെ ഒരു പ്രകാശ ഗോപുരം പോലെ ഇവിടെ കാണുന്ന ഈ കാണിക്ക മണ്ഡപം കരിന്തരുവിയിലെ ആ പഴയ പാതയിലേക്ക് നമ്മെ ആനയിക്കുകയാണ്. ഈ പാതയിലൂടെ നടന്നു നീങ്ങുമ്പോൾ കാലം പിന്നോട്ട് സഞ്ചരിക്കുകയാണോ എന്ന് തോന്നിപ്പോകുന്നു. പഴയ കൊച്ചുകട, വലിയ ലാഭങ്ങൾക്കപ്പുറം വരുന്നവരോടുള്ള നിഷ്കളങ്കമായ പെരുമാറ്റം കൊണ്ട് പഴമയുടെ തുരുത്തിനെ നിലനിർത്തുന്നവർ. അങ്ങോട്ട് വന്ന് 4 ചായക്കട, 2 പലചരക്കട, ബസ്സുകളൊക്കെ ഈ പഴയ പാലത്തെ കൂടെ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പം അതൊക്കെ മാറി അപ്പത്തോട്ട് മാറി. പഴയ കാലത്ത് ആൾക്കാർ കുറച്ച് പേരും ബാക്കിയുള്ളതെല്ലാം ഇവിടുന്ന് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ മാറിപ്പോയി. ക്ഷേത്രത്തിലെ കാണിക്ക മണ്ഡപവും കപ്പേളയും ഒരുപോലെ തണലേകുന്ന ഒരിടം. എത്ര ലളിതവും സുന്ദരവുമാണ് ഇവിടുത്തെ ജീവിതങ്ങൾ. നമ്മൾ ഈ കാണുന്നതാണ് മലങ്കര പ്ലാന്റേഷന്റെ കരിന്തരുവി ഡിവിഷൻ. പച്ചപ്പട്ട് വിരിച്ചതുപോലെയുള്ള തേയിലത്തോട്ടങ്ങൾ. ഈ തേയിലച്ചെടികൾക്ക് കൂട്ടായെന്നോണം അവക്കാഡോയും റംബൂട്ടാനും ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നു. ഈ പ്ലാന്റേഷന്റെ പ്രത്യേകതയാണ് ഇവയൊക്കെ. മനോഹരമായ ക്വാർട്ടേഴ്സുകൾ, കരിന്തരുവി ടീ ഫാക്ടറി, മസ്റ്ററിംഗ് ഓഫീസ്, അങ്ങനെ നീളുന്നു കരിന്തരുവിയുടെ വിശേഷങ്ങൾ. ഇനിയും പറയാൻ ഒരുപാട് വിശേഷങ്ങൾ കരിന്തരുവി എന്ന ഈ ഗ്രാമത്തിനുണ്ട്. ഇവിടെ നിന്നും മടങ്ങുമ്പോൾ തേയിലയുടെ കൊളുന്തുപോലെ നിങ്ങളുടെ മനസ്സിൽ കരിന്തരുവി എന്നും പച്ചയായി നിലകൊള്ളും, ഉറപ്പാണ്.